ഹായ് നമസ്കാരം. അപ്പം നമ്മുടെ മഴതോരും മുമ്പേ എന്ന സീരിയലിലെ ഒരു കിടിലൻ എപ്പിസോഡാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മുടെ ബബിതയും ഹരിയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബബിതയോട് ഹരി ഫോൺ കൊടുക്കുന്നതിന് വേണ്ടി ചില നിബന്ധനകളൊക്കെ വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ബബിത പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ള ഗോൾഡും ക്യാഷും ഒക്കെ ഞാൻ തരാം ഹരിയേട്ടാന്ന് പറയുമ്പോൾ, ഗോൾഡും ക്യാഷും മാത്രം പോരാ എന്നിങ്ങനെ നമ്മുടെ ബബിതയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നു. എന്താ ഹരിയേട്ടൻ്റെ ഉദ്ദേശം? അത് എന്തോ ഒന്നുമില്ലെങ്കിലും ആമ്യത്തിനെക്കാട്ട് എത്രയും ഭേദപടി ഞാൻ നിന്നെ മുറച്ചെറുക്കനില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. അപ്പം ബബിത പറഞ്ഞു, എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്കിതിനെ വിവാഹം കഴിക്കാനും ഇഷ്ടമൊന്നുമില്ല, നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം എന്ന് പറയുന്നു. അപ്പം ആ ട്യൂൺ ബബിതയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഹരി നമ്മുടെ മൊബൈലിട്ടിങ്ങനെ കയ്യിലിട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കൈക്കലാക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ഹരിയെ തള്ളി മാറ്റിക്കൊണ്ട് നമ്മുടെ ബബിത ഫോണും എടുത്ത് റൂമും തുറന്ന് ഇറങ്ങി അപ്സ്റ്റെയർ വഴി താഴോട്ട് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ കമല ആൻറ്റിയും ശിവശങ്കരനും രാജീവും എല്ലാം കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ എന്നാണ് ഒന്നും മിണ്ടാതെ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് കൂടി അടുക്കളയിലോട്ട് പോകുന്നു. പെട്ടെന്ന് നമ്മുടെ ബബിതയെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഹരിശങ്കരൻ താഴോട്ട് ഇറങ്ങി. ഇവരെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇയാളൊന്ന് സ്ലോ മോഷനാവും. എന്താടാ എന്തിനാണ് അവൾ ഓടിപ്പോയെന്ന് രാജീവ് ചോദിക്കുന്നു. ഒന്നുമില്ലെങ്കിലേ, അത് ഞാൻ അവളെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് അവളെൻ്റെ ഫോൺ തട്ടി പറിച്ചുകൊണ്ട് പോയി. അതിനെന്താ, നിൻ്റെ ഫോണിൽ ലോക്കില്ലേ എന്ന് കമല ചോദിക്കുന്നു. അല്ല അതുണ്ട്, എന്നാലും അവളെന്താ ചെയ്യുന്നതെന്ന് അറിയട്ടെ അമ്മ, ഞാനിപ്പോൾ വരാമെന്ന് പറയും. എന്തോ പ്രശ്നമുണ്ടല്ലോ ശിവേട്ടാ നമ്മുടെ രാജീവൻ ചോദിക്കുന്നു. അപ്പം രാജീവൻ പറയുന്നത്, എത്രയും പെട്ടെന്ന് അവരെ കടപ്പാട്ടൂർ കൊണ്ടുവരണം, അച്ഛനും അമ്മയും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർ വഴിതെറ്റിപ്പോവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ അങ്ങോട്ട് കൊണ്ടാക്കണം ശിവേട്ടാന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത അവിടെ നിന്ന് അമ്മിക്കല്ലിൻ്റെ കുഴവ് വെച്ച് നമ്മുടെ ഹരിയുടെ ഫോണൊക്കെ തല്ലിപ്പൊളിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഹരി വന്ന് ഇങ്ങനെ നോക്കുന്നു. അപ്പം ഇവിടെ ബബിത ഭയങ്കരമായിട്ട് റൈസ് ചെയ്യുന്നു. വാടാ പട്ടി എന്നൊക്കെ വിളിച്ച്, ഫോൺ നിനക്ക് വേണോ അവിടെ എന്നുകൊണ്ട് പിന്നെയും അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ തല്ലിപ്പൊളിക്കുന്നു. തല്ലിപ്പൊളിച്ചതിന് ശേഷം അതെടുത്ത് വേസ്റ്റ് വെള്ളത്തിലോട്ട് ഇങ്ങനെ പറക്കിയിടുവാണ്. പെട്ടെന്ന് ഹരി അങ്ങ് തിരിച്ചു പോവുക. അപ്പോൾ ബബിതയും തിരിച്ചു വരിക. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ബബിത അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്ക്, നീ എവിടെ പോവുക എന്നും കമല ചോദിച്ചിട്ടൊന്നും മിണ്ടാതെ അങ്ങ് കയറിപ്പോവുക. കണ്ടില്ലേ അവളുടെ ധിക്കാരോ എന്ന് നമ്മുടെ കമല പറയുകയാണ്. അപ്പം എന്നിട്ട് കമല കയറി പോകുന്നു. അപ്പോൾ രാജീവൻ പറയുന്നു, കമലയുടെ എപ്പോഴും അവളെ കുറ്റം പറയാനേ സമയമുള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ കടപ്പാട്ടൂരോട്ട് തന്നെ കൊണ്ടുവന്നാക്കണം, അത് ശരിയാവത്തില്ല, അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോവും, ഇവിടെ ആരും അവരെ ശ്രദ്ധിക്കാനെന്നൊക്കെ നമ്മുടെ രാജീവൻ ചോദിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ മാമച്ചായനെയാണ് കാണിക്കുന്നത്. മാമച്ചായനും നമ്മുടെ ഗ്രേസി ആൻറ്റിയും കൂടി രേവതിക്കുട്ടിയും കൊണ്ട് രമേശൻ നായരുടെ വീട്ടിലോട്ട് പോവുകയാണ്. മകൻ സുഖമില്ല ഇരിക്കുകയാണെന്നും മകൻ്റെ കൊച്ചുമോളെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. രമേശൻ നായർക്ക് കൊച്ചുമോളെ കാണാൻ ആഗ്രഹമുണ്ട്, മകനെയും കാണിക്കണം, മോൻ ക്യാൻസർ ബാധിതനായി മരണത്തിനോട് മല്ലിട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലാവരും റെഡി ആവുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയെ വിളിക്കുന്നു. രേവതിക്കുട്ടി ഇതാ വരുന്നു ആൻറ്റി എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി താഴോട്ട് ഇറങ്ങി വരുന്നു. അങ്ങനെ പെട്ടെന്ന് റെഡി ആവുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഗ്രേസി ആൻറ്റിക്ക് ഇച്ചിരി മേക്കപ്പൊക്കെ കൂടിപ്പോയി. അങ്ങനത്തൊക്കെ ഗ്രേസി ആൻറ്റി ഒന്ന് മേക്ക് ഓവർ ചെയ്തു. അതിനുശേഷം നമ്മുടെ രേവതിക്കുട്ടി വന്ന് നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി സുന്ദരിക്കുട്ടിയായിട്ട് വരുവാണ്. അപ്പോൾ നമ്മുടെ ഗ്രേസി ആൻറ്റി പറയുന്നു, ഇപ്പം അങ്ങ് സുന്ദരിയായല്ലോ, ഇവിടെ വരുമ്പോൾ കൊഞ്ച് പോലെ ഇരുന്നേന്നൊക്കെ പറയുന്നു. അതേ അപ്പോഴേ നല്ല ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുമല്ലേ, അതുകൊണ്ട് ഇങ്ങനെ കയറി കണക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ രമേശൻ നായരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കൊണ്ടുപോയതിന് ശേഷം അവിടെ ചെല്ലുമ്പം പുള്ളിയുടെ നമ്മുടെ രമേശൻ നായരുടെ മരുമകൾ അവിടെ ഇരിക്കുകയാണ്, കൂടെ അവരുടെ ബ്രദറും എല്ലാവരും ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റായിരിക്കും, എല്ലാവരും മദ്യപിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവർ ആരാന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ഞാനിങ്ങനെ രമേശൻ നായരുടെ മരുമകളാണെന്നും എൻ്റെ ഭർത്താവ് ജയപ്രകാശ് എന്നാണെന്നും, അപ്പോൾ പുള്ളി മുകളിൽ അപ്സ്റ്റെയറിലാണ്, സുഖമില്ലായിരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവരുടെ പരിചയമൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എറണാകുളത്തുള്ളത് പരിചയം ഉണ്ടെന്ന് പറഞ്ഞ് മുകളിലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പം നാളത്തേത് നമ്മുടെ ഹരിശങ്കറിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ മൊബൈൽ ഫോണിലെല്ലാം തല്ലിപ്പൊളിച്ച് കളയുകയാണ്. അപ്പം ബാക്കി എന്തൊക്കെയാണ് ഹരിശങ്കർ ബബിതയെടുത്ത് പറയുന്നതൊക്കെ അറിയാനായിട്ട് നമുക്ക് നാളത്തെ കഥ കേൾക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.